കണ്ണൂരിൽ നിന്ന് വരുന്നത് കണ്ണൂരിൽ കുഞ്ഞിനെ കടലിലെറിഞ്ഞ് കൊലപ്പെടുത്തിയ കേസിലെ പ്രതിയായ അമ്മ ആത്മഹത്യയ്ക്ക് ശ്രമിച്ചു. തയ്യൽ സ്വദേശി ശരണ്യാണ് വിഷം കഴിച്ച് ആത്മഹത്യയ്ക്ക് ശ്രമിച്ചത്. കോഴിക്കോട് റെയിൽവേ സ്റ്റേഷനടുത്ത് മുറിയെടുത്തതിന് ശേഷമായിരുന്നു ആത്മഹത്യാശ്രമം. ഇവരെ കോഴിക്കോട് മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. ഒറ്റയ്ക്കായിരുന്നുവെന്നാണ് സൂചന. കേസിൽ വിചാരണ ആരംഭിക്കാനിരിക്കെയായിരുന്നു ശരണ്യയുടെ ആത്മഹത്യാശ്രമം. 2020 ഫെബ്രുവരി 17-നായിരുന്നു കൊലപാതകം ഉണ്ടായത്. രാജ്യത്തെ നടുക്കിയ ആർജിക്കർ മെഡിക്കൽ കോളേജിലെ റെസിഡന്റ് ഡോക്ടറുടെ ബലാത്സംഗ കൊലപാതക കേസിൽ പ്രതിയുടെ ശിക്ഷാവിധിയും ഇന്ന് വരികയാണ്. പ്രതി സഞ്ജയ് റോയ് കുറ്റക്കാരനെന്ന് കഴിഞ്ഞ ദിവസം കോടതി വിധിച്ചിരുന്നു. സിയാൽദ അഡീഷണൽ ചീഫ് ജുഡീഷ്യൽ മജിസ്ട്രേറ്റ് കോടതിയാണ് കേസിൽ വിധി പറയുക. ER രാഗേഷ് ചേരുന്നു. രാഗേഷ്, ശാസ്ത്രീയമായ തെളിവുകളെല്ലാം ചേർത്ത് വെച്ചുകൊണ്ടുള്ള ഒരു വിധി പ്രസ്താവത്തിലേക്ക് കൂടി വരുമ്പോൾ അത് ഉറ്റുനോക്കുകയാണ്. എത്രയും കടുത്ത ഒരു ശിക്ഷയായിരിക്കും ഉണ്ടായിരിക്കുക എന്നുള്ളത്. ഏതെല്ലാം തരത്തിലുള്ള വിലയിരുത്തലുകൾ ഈ ശിക്ഷാവിധി വരുന്നതിന് മുൻപ് നിയമവൃത്തങ്ങളുടെ ഭാഗത്തെല്ലാം ഉണ്ടായിരിക്കുന്നു? അപർണ, ആർജിക്കർ മെഡിക്കൽ കോളേജിലെ ബലാത്സംഗ കൊലപാതകത്തിൽ ഇന്ന് ശിക്ഷ പ്രഖ്യാപിക്കുകയാണ്. പ്രതി കുറ്റക്കാരനാണ് എന്ന് കഴിഞ്ഞ ദിവസം കോടതി വ്യക്തമാക്കിയിരുന്നു. സിയാൽദ കോടതി ജഡ്ജി അനിർബാൻ ദാസാണ് ശിക്ഷ പ്രഖ്യാപിക്കുന്നത്. കഴിഞ്ഞ ദിവസം വിധി പറയുന്നതിനിടെ കോടതി വ്യക്തമാക്കിയ കാര്യം ഇയാൾക്കെതിരെ ബലാത്സംഗം ഒപ്പം തന്നെ കൊലപാതകം എന്നീ കുറ്റങ്ങൾ തെളിഞ്ഞു എന്ന് കോടതി വ്യക്തമാക്കിയിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ കോടതി ചുമത്തിയിരിക്കുന്ന അല്ലെങ്കിൽ കുറ്റക്കാരാണെന്ന് കണ്ടെത്തിയിരിക്കുന്ന ഭാരതീയ ന്യായ സംഹിത പ്രകാരം സെക്ഷൻ 64, സെക്ഷൻ 66, 103(1) വകുപ്പുകൾ പ്രകാരം കുറ്റക്കാരനാണെന്ന് കണ്ടെത്തിയിട്ടുണ്ട്. അത് പ്രകാരം ചുരുങ്ങിയത് 25 വർഷം ശിക്ഷ അല്ലെങ്കിൽ വധശിക്ഷ തന്നെ ലഭിക്കാൻ സാധ്യതയുണ്ട് എന്നുകൂടി കോടതി പരാമർശിച്ചിരുന്നു. അപ്പോൾ ഏറ്റവും ചുരുങ്ങിയത് 25 വർഷം തടവ് പ്രതിക്ക് ലഭിച്ചേക്കാം. ഏതായാലും പ്രതി കഴിഞ്ഞ ദിവസം കോടതിയിൽ ആവർത്തിച്ച് പറഞ്ഞത് താൻ തെറ്റുകാരനല്ല എന്നുള്ളതാണ്. അപ്പോൾ കോടതി വ്യക്തമാക്കിയ കാര്യം ഇന്ന് ശിക്ഷ പ്രഖ്യാപിക്കുമ്പോൾ ആദ്യം പ്രതിക്ക് എന്താണ് പറയാനുള്ളതെന്ന് കേൾക്കാമെന്നാണ്. അപ്പോൾ 12:30 വിധി പറയുമെന്നാണ് സിയാൽദ കോടതി അറിയിച്ചിട്ടുള്ളത്. ഒരുപക്ഷെ പ്രതി തനിക്ക് പറയാനുള്ള കാര്യങ്ങൾ, പ്രതിയുടെ അഭിഭാഷകന്റെ വാദങ്ങൾ നീണ്ടുപോവുകയാണെങ്കിൽ അത് 1 മണിക്കോ അല്ലെങ്കിൽ 1:30 ആകാനുള്ള സാധ്യതയും നിലവിലുണ്ട്. ഏതായാലും ഏറ്റവും ചുരുങ്ങിയത് 25 വർഷമെങ്കിലും ശിക്ഷ ലഭിക്കുമെന്ന പ്രതീക്ഷയിലാണ് നിയമവൃത്തങ്ങൾക്കുള്ളത്. ഒപ്പം തന്നെ കുടുംബവും അതിലാണ് പ്രതീക്ഷ അർപ്പിച്ചിരിക്കുന്നത്. രാഗേഷ്, 5 മാസം നീണ്ട പോരാട്ടം ഡോക്ടർമാരുടെ സമരത്തിനു ശേഷം അത് ഒരു വശത്ത് നടക്കുമ്പോൾ അത് കൂടി ആ സമയത്ത് ഈ പ്രക്ഷോഭവുമായി ബന്ധപ്പെട്ട് ഉയർന്ന വിഷയങ്ങളെല്ലാം പരാമർശിച്ചു പോകാനുള്ള ഒരു സാധ്യത ഒരു വശത്ത്. ഒപ്പം ഈ കുറ്റക്കാരനായിട്ടുള്ള സഞ്ജയ് റോയുടെ കുടുംബം വധശിക്ഷ തന്നെ ലഭിക്കട്ടെ, തന്റെ മകന് വധശിക്ഷ ലഭിക്കണം എന്നാണ്, കുറ്റക്കാരനെങ്കിൽ ലഭിക്കട്ടെ എന്നുള്ള സഞ്ജയ് റോയുടെ അമ്മയുടെ പ്രതികരണമെല്ലാം നിൽക്കുന്നുണ്ട്. അങ്ങനെ വളരെ വൈകാരികപരമായിട്ടുള്ള പല വിഷയങ്ങൾ ചേർന്നുകൊണ്ട് കൂടി നിൽക്കുന്ന ഒരു സാഹചര്യത്തിൽ കൂടിയാണ് ഈ വിധി വരുന്നത്. കോടതി ഈ തെളിവുകൾക്കൊപ്പം ഒരുപക്ഷെ ഈ കാര്യങ്ങൾ കൂടെ പരാമർശിച്ചു പോകാനുള്ള സാധ്യതയൊക്കെ ഉണ്ടാകുമല്ലേ? അതെ, കോടതി പരിസരത്ത് നിരവധി പേർ ഒത്തുകൂടാനുള്ള സാധ്യതയുണ്ട്. കാരണം കൊൽക്കത്തയെ സംബന്ധിച്ച് വലിയ കോളിളക്കമുണ്ടാക്കിയ കേസാണ്. വലിയ പ്രതിഷേധങ്ങൾക്ക് ഇത് വഴിവെച്ചിരുന്നു. കാരണം രാജ്യവ്യാപകമായി ഡോക്ടർമാരുടെ സമരമുണ്ടായത് ആർജിക്കർ മെഡിക്കൽ കോളേജിലെ ബലാത്സംഗ കൊലപാതകത്തിന് ശേഷമാണ്. മാത്രവുമല്ല, ബംഗാൾ സർക്കാരിനെ സംബന്ധിച്ച് അവർ ഏറ്റവും കൂടുതൽ പ്രതിരോധത്തിലായ ഒരു കാലഘട്ടം എന്ന് പറയുന്നത് ഈ സമര നാളുകളായിരുന്നു. ഏതായാലും കഴിഞ്ഞ ദിവസം വിധി പറയുമ്പോൾ തന്നെ നിരവധി പേർ ഈ കോടതിക്ക് പുറത്ത് തടിച്ചുകൂടിയിരുന്നു, വധശിക്ഷ നൽകണമെന്ന് ആവശ്യപ്പെട്ടിരുന്നു. ഏതായാലും പെൺകുട്ടിയുടെ കുടുംബം ആദ്യഘട്ടത്തിൽ അവർക്ക് CBI അന്വേഷണത്തോട് പോലും ചില വിയോജിപ്പുകൾ ഉണ്ടായിരുന്നു. അതായത് ഒരു പ്രതി മാത്രമല്ല, സഞ്ജയ് റോയ് മാത്രമല്ല പ്രതിയായുള്ളത്, നിരവധി പേർ ഈ കേസിൽ ഉണ്ട്, അവരെല്ലാം പുറത്താണുള്ളതെന്ന കാര്യം ചൂണ്ടിക്കാണിച്ചിരുന്നു കുടുംബം. പക്ഷേ കഴിഞ്ഞ ദിവസം വിധി പറയുമ്പോൾ ഈ കുടുംബം വികാരാധീനായി ജഡ്ജിയോട് പെൺകുട്ടിയുടെ അച്ഛൻ പറഞ്ഞ കാര്യം, അർപ്പിച്ച വിശ്വാസം കോടതി കാത്തു, അതിൽ നന്ദിയുണ്ട് എന്ന പ്രതികരണമാണ് നടത്തിയത്. സഞ്ജയ് റോയുടെ അമ്മയും പ്രതികരിച്ച് തനിക്ക് 3 പെൺമക്കളുണ്ട്, അതുകൊണ്ട് തന്നെ ആ കുടുംബത്തിന്റെ വികാരം എന്താണെന്ന് തനിക്കറിയാം എന്ന അവരുടെ ഭാഗത്ത് പ്രതികരണവും വന്നിരുന്നു. ഏതായാലും സർക്കാരിനെ സംബന്ധിച്ചും ഏറെ നിർണായകമാണ് ഇന്നത്തെ വിധി. അതാണ് നേരത്തെ സൂചിപ്പിച്ചപ്പോൾ തീർച്ചയായിട്ടും ഉറ്റുനോക്കുന്നുണ്ട് രാജ്യം അതേത് തരത്തിലുള്ള എത്രയും കടുത്ത ഒരു ശിക്ഷാവിധിയിലേക്കാണ് കടക്കുക എന്നുള്ളത്. ഏതായാലും അതിനിടെ പാറശാല ഷാരോൺ രാജ് വധക്കേസിൽ അല്പസമയത്തിന്